സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2. ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ കുറവ്. ഇത്തവണ 701 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം 715 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. ഇത്തവണ ബാറുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 850ലധികം ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. മദ്യവിൽപ്പനയിൽ കുറവുണ്ടായതുമായി ബന്ധപ്പെട്ട് ബെവ്കോ പരിശോധന നടത്തുന്നുണ്ട്. അതേസമയം ഉത്രാട ദിനത്തിൽ മദ്യവിൽപ്പന കൂടിയിട്ടുമുണ്ട്. 4 കോടിയുടെ വർധനവാണ് ഉണ്ടായത്. ഇത്തവണ ഉത്രാട ദിനത്തിൽ 124 കോടിയുടെ മദ്യമാണ് വിറ്റത്. അതേസമയം ഈ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണ് മിൽമ നടത്തിയത്. പാല്, തൈര്, മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയാണ് ഓണക്കാലത്ത് ഉയർന്നത്. തിരുവോണത്തിന് മുന്നോടിയായുള്ള ഉത്രാട ദിനത്തിൽ മാത്രം 37,365 പാല്, 3,91,576 കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകളിൽ നിന്ന് വിറ്റത്. തിരുവോണത്തിന് മുമ്പുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,33,47,013 ലിറ്റർ പാലും 14,95,332 കിലോ തൈരുമാണ് വിറ്റത്. ഓഗസ്റ്റ് 15 മുതൽ നെയ്യിന്റെ വിൽപ്പന 814 മെട്രിക് ടൺ രേഖപ്പെടുത്തിയ സെപ്റ്റംബർ 12 കണക്ക് പ്രകാരം ആണിത്. കഴിഞ്ഞ വർഷം പാലിന്റെ മൊത്ത വിൽപ്പന 1,56,889 ലിറ്ററായിരുന്നു. ഇതിനു മുൻപുള്ള വർഷം ഓണത്തിന്റെ തിരക്കേറിയ 4 ദിവസങ്ങളിൽ 94,56,621 ലിറ്റർ പാലാണ് വിറ്റത്. കഴിഞ്ഞ ഓണസമയത്ത് 4 ദിവസം കൊണ്ട് 12,99,215 കിലോ തൈരാണ് വിറ്റതെങ്കിൽ അതിനു മുൻവർഷം 11,25,437 തൈരാണ് വിറ്റത്. ഓണവിപണി മുന്നിൽ കണ്ട് പാലും തൈരും മറ്റ് പാലുൽപ്പന്നങ്ങളും സുഗമമായി വിതരണം ചെയ്യുന്നതിനായി മിൽമ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നതായി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ KC മണി പറഞ്ഞു. തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലുള്ള ഉപഭോക്താക്കളുടെ അടിയുറച്ച വിശ്വാസവും ഗുണമേന്മയും വിതരണത്തിലെ കാര്യക്ഷമതയും കൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായ റെക്കോർഡ് പ്രകടനം നടത്താൻ കഴിയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മലയാളം. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോ ഓണം മാസോണം സീസൺ 2.